കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞില്ലേ? നമ്മൾ തമ്മിലൊരു ശാരീരിക ബന്ധം അല്ല വേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു മുറിയിൽ ഒരുമിച്ച് ഒരു ദിവസമെങ്കിലും ഒന്ന് കിടന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആദ്യമേ വീട്ടുകാരോട് പറഞ്ഞതാ. ആരും എൻ്റെ വാക്കന്നേരം കേട്ടില്ല. എൻ്റെ മനസ്സ് ഞാൻ കണ്ട ഭർത്താവ് ഇങ്ങനല്ല. എന്താ നിന്റെ പ്രശ്നം? നീ കാര്യം പറ, എങ്കിലല്ലേ മനസ്സിലാവത്തുള്ളൂ. എന്നോടെങ്കിലും പറയേ. എനിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല. ആരെ? രാഹുലിനെ. ഞാൻ ഇപ്പോഴും അവനെ വിളിക്കാറുമുണ്ട്, സംസാരിക്കാറുമുണ്ട്. ഡൈവേഴ്സ് ചെയ്യാമെങ്കിൽ അവൻ എന്നെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനായിട്ട് ഡൈവേഴ്സ് ചെയ്താൽ വീട്ടുകാരുടെ വഴി മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ അയാളായിട്ട് പൊക്കോളൂ. അപ്പോൾ എനിക്ക് ഡൈവേഴ്സും കിട്ടും. അതിന് എന്ത്? അതിന് നീ വിചാരിച്ചാൽ നടക്കും. ഞാനോ? ഞാനെന്ത് ചെയ്യാനാ? ഞാൻ പറയും പോലെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞെന്തായി? ഞാൻ നിനക്ക് വേണ്ടിയില്ല ഇത്രയും വർഷം കല്യാണം കഴിക്കാൻ കാത്തിരുന്ന. നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? ഞാനും അത് തന്നെ ശ്രമിക്കുന്നേ. പക്ഷെ നല്ലൊരു സമയം ഒത്തു വരണ്ടേ? നീ എത്ര പെട്ടെന്ന് ഡിവേഴ്സ് വാങ്ങിയേ പറ്റൂ? 3 മാസമായില്ലേ? നമ്മൾ ഇന്ന് നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? എനിക്കും അത് തന്നെ വേണ്ടേ, നിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ്. നമുക്ക് വിസയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഗോൾഡ് എടുത്ത് തരാമെന്ന്? എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. എനിക്കും അങ്ങനെ തന്നെയാണ്. ശരി, എന്തായാലും നോക്ക്. ആ ഗോൾഡൊക്കെ എടുത്തൊന്ന് വയ്ക്കണം. കാരണം കുറച്ച് പൈസയായി വിസയ്ക്കൊക്കെ. ഞാൻ എടുത്തു വെക്കാം. സമയം ഞാൻ വിളിച്ചു പറയാം. ഓക്കെ? ചേട്ടാ, ആ ശിഖയോ? ഇത് ഒരുപാടുണ്ടല്ലോ. ആ ഇതെല്ലാം ചേട്ടൻ വായിച്ചാണോ? ആ എല്ലാം എന്ന് വെച്ചാ എല്ലാം വായിച്ചിട്ടില്ല, ഏറെക്കുറെയൊക്കെ കാണുമ്പോ വാങ്ങി വയ്ക്കും. നല്ല ഭംഗിയുണ്ടല്ലോ. പുതിയതാണോ? ആ ഇല്ല, നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട കളറായത്. ആണോ? അവളവിടെ ഉണ്ടായിരുന്നല്ലോ. ആരാ? ഋതു. അവിടെ ഇവിടെ ഇരിക്കട്ടെ, ചേട്ടനോടല്ലേ സംസാരിക്കണ്ടേ? എന്താ? കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിക്കാം. എനിക്ക് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ ബുക്ക് നോക്കാൻ വന്നപ്പോൾ നിന്റെ ചേട്ടൻ എന്നെ എനിക്കൊന്നും കേക്കണ്ട. ഞാനല്ല, അവളാണ്. അവൾ അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് അവളെ നല്ലോണം അറിയാം. ഞാനിതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അതെ, നിർത്ത്. വെറുതെ അവിടെ നല്ല കുറ്റമിട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കണ്ട. ഇത്ര ഇഷ്ടമല്ല എന്നിട്ട് ഞാൻ തൻ്റെ കൂടെ സഹിച്ച് ജീവിച്ചെന്തിനാണെന്നറിയാവോ? തന്നോടുള്ള സഹതാപം കൊണ്ടാ. പക്ഷെ ഇനി അത് നടക്കത്തില്ല. ഒരു ഭാര്യയും സഹിക്കത്തില്ല ഇത്. അപ്പൊ ഒന്നുമില്ല, എനിക്ക് ഡിവോഴ്സ് വേണം. 4 ആൾ അറിഞ്ഞാലേ നാണക്കേടാ. ചെവി അറിയാതെ ഇതെങ്കിലും ഒതുക്കി തീർക്കും. അപ്പോ നിന്റെ ആവശ്യം അതായിരുന്നല്ലേ?
പറയടി. എടി പ്ലാനെല്ലാം വർക്കൗട്ട് ആയി കേട്ടോ. ഹലോ, നീ കേൾക്കുന്നില്ലേ? ഒന്നുമില്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? നീ അത് കേൾക്കുമ്പോൾ വിഷമിക്കരുത്. രാഹുലിന് ഒന്നും പറ്റിയില്ല. അവൻ ഇവിടുന്ന് ഒരു കുട്ടിയായിട്ട് പോയെന്നാണ് അറിവ്. എടി ഹലോ, എടി കേൾക്കുന്നുണ്ടോ? എങ്ങോട്ട്? വിദേശത്തേക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഹലോ എടി, ഞാൻ ഇന്നലെ എൻ്റെ എല്ലാ സ്വർണവും കൊടുത്തായിരുന്നു അവന്. നീ എന്ത് മണ്ടത്തരായി കാണിച്ചത്? അപ്പം എല്ലാം പോയല്ലേ? ബിസിനസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഒരുമിച്ച് ജീവിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഹലോ ഋതു, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഋതു. നീ ആവശ്യപ്പെട്ട ഡൈവേഴ്സ് നോട്ടീസ് അവിടെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിനക്ക്